8 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം വളരെ അഭിമാനപൂർവ്വം നമ്മുടെ ഇടപെടുകയായിരുന്നു നിർമ്മല കോളേജ് സമുച്ചയങ്ങളുടെ ബർസാർ. അതോടൊപ്പം നിർമ്മലയുടെ വികാരിയായിട്ടും സ്ഥലം മാറിപ്പോകുന്ന ആർച്ച് പ്രീസ്റ്റ്, നമ്മളെല്ലാവരെയും പ്രിയങ്കരനായ തോമസ് കൊച്ചേരോടച്ചൻ ഈ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ജെറിൻ പന്തലൂർപ്പറമ്പിലച്ചൻ നൽകുന്ന യാത്രയുടെ സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. വിശിഷ്ടാതിഥികൾ എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അടൂർ സമി ജോസഫ് അവർ എത്തിക്കഴിഞ്ഞ വളരെ മീറ്റിംഗുകൾ ആരംഭിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ദയവായി യോഗ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗസ്റ്റുകൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ബാബു കെ വി സർവീസ് വേദിയിലേക്ക് എത്തിച്ചേർന്നുണ്ട്. ബാലവരായ ബാബു കെ വി വേദിയിലേക്ക് എത്തിച്ചേർന്നുണ്ട്. ശ്രീ രാജു ജോസഫ് ശ്രീ ബൈജു വർഗീസ് ബ്ലോക്ക് പഞ്ചായത്തിലുമായ ബൈജു വർഗീസ് സർവീസ് ബൈജു വർഗീസ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലുള്ള ശ്രീമതി ജൂബിലി ചാക്കോ അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറായ പ്രൊഫസർ കൃഷ്ണ നാരായണൻ, നമ്മുടെ ഓസ്ട്രേലിയൻ അസോസിയേഷൻ ഡയറക്ടറായ തോമസ് അച്ഛൻ, ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ സണ്ണി ശ്രീ കൊട്ടകൽ, നമ്മുടെ ട്രസ്റ്റ് കൂടിയായ സണ്ണി കൊട്ടകൽ, അതുപോലെ നമ്മളിന്നത്തെ മുഖ്യാതിഥിയായ നമ്മുടെ സ്വന്തം അടുത്ത സണ്ണി ജോസഫ് അവരുടെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷം നമ്മളൊപ്പം എല്ലാ കാര്യത്തിലും ഉണ്ടായ നമ്മുടെ ജർമ്മൻസിനെ ഏറ്റവും സ്നേഹപൂർവ്വം കഴിഞ്ഞ ദിവസത്തെ അച്ഛൻ നമ്മുടെ ബാസ്കറ്റ്ബോൾ ട്രെയിനിങ് ആയ ഇടയ്ക്ക് അച്ഛൻ്റെ കാര്യം വരുന്നുണ്ട്. നല്ല അച്ഛനെ സ്പീഡ് വരാം. അതുപോലെ തന്നെ നമ്മുടെ കുസിയറോട് ഏറ്റവും മാത്രമല്ല നമുക്ക് എഴുന്നേറ്റ് കൈവരിച്ച് അതിനെ സ്നേഹപൂർവ്വം ഈ വേദിയിൽ സ്വീകരിക്കാം. എല്ലാ നാളുകളും പ്രാർത്ഥനകളും അച്ഛനോടൊപ്പം അച്ഛൻ ഈ നാടിനും നമ്മുടെ ഇടപെടൽ നൽകിയ സേവനങ്ങളനുസരിച്ച് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമുക്ക് സ്നേഹപൂർവ്വം ഈ യാത്രാ സമ്മേളനത്തിലേക്ക് അച്ഛനെ സ്വീകരിക്കും. നിർമ്മലയുടെ വികാരിയായിട്ടും അതുപോലെ തന്നെ
ഒരു വർഷത്തിന് ശേഷം വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം കനകക്കുന്ന് പള്ളിയിലേക്ക് പോകുന്ന മുച്ചച്ഛൻ സ്നേഹാദരപൂർവ്വം നൽകുന്ന യാത്രയുടെ സമ്മേളനമാണ് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ കൊച്ചിയിലോട് ചെയ്ത സേവനങ്ങളെ ഇവിടെ നിന്ന് വീണ്ടും മൈക്കിൽ കൂടി വിളിച്ചു പറയുന്നത് അസംബന്ധമാണെന്ന് എനിക്കറിയാം. കാരണം നമ്മളെല്ലാവരും ആ മാറ്റം മനസ്സിലേക്ക് അനുഭവിച്ചറിഞ്ഞവരാണ്. അച്ഛൻ പറഞ്ഞു തോന്നുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള ബൈബിൾ വചനം പോലെ ഇവിടെ വന്നത് ഈ പേരാവൂർ മേഖലയ്ക്ക്, പേരാവൂർ ഇടവകയ്ക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനും വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയെന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച ഓർമ്മകളിൽ നിന്ന് തെളിയിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശേഷങ്ങളുടെ അതീതമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഉദാഹരണം പറയപ്പെടുന്ന വിശുദ്ധ തോമസ് ആ രണ്ട് പ്രത്യേകമായ സവിശേഷതകൾ അച്ഛനുണ്ടായിരുന്നു. ഒന്ന്, എന്റെ കർത്താവായ ദൈവമേ, ഏത് സമയത്തും പ്രാർത്ഥനാനിരതമായ ഒരു യാത്രയായിരുന്നു അച്ഛനെ നാം പറയാൻ സാധിക്കും. നമുക്ക് വേണ്ടി ഒരുക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മുമ്പ് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയം മാറ്റിവെച്ചുള്ള പരിപാടികൾക്ക് അച്ഛൻ ഇല്ലായിരുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും, നേരിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇവിടെ നിന്നുള്ള ഇടവക സമൂഹത്തിന്റെ ചില വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. അതിന് മാത്രം ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. നമുക്ക് എത്ര കുർബാന ചെയ്യുന്നതിനും നമ്മളൊരു കുർബാനയുടെ കഷ്ടം ചെയ്യുന്ന ഒരാളുടെ സമയം നമുക്ക് എപ്പോഴാണ് പുസ്തകത്തിൽ പോയോ വിശ്വ സ്വീകരണം പോയോ നമ്മൾ ആകെപ്പാടെ വ്യക്തതയായിരുന്നു. അച്ഛൻ ആ ഒരു കുർബാന ചെയ്ത് വീണ്ടും അറിയുന്ന അടുത്ത കുർബാന വേണം വീണ്ടും കഴിഞ്ഞാലെങ്കിലും വീണ്ടും കുർബാന ചെയ്യാൻ പോലും മനസ്സുള്ള അച്ഛന് എപ്പോഴും പറയുന്നേക്കാം, ഇടവെങ്കിൽ എല്ലാവരും ചില ദിവസങ്ങളിൽ കുറേ പേര് വെളിയിൽ വരുന്നുണ്ടല്ലോ, കുറച്ച് പേര് കൂടുതൽ ദേഷ്യപ്പെട്ടില്ല ചെറുക്കാരെ പറയുമോ നമ്മുടെ അവിടെ അവസരം ഉണ്ടാക്കാമെന്ന് പറയും. പക്ഷെ എല്ലാവരും കുറേ പേര് വരുന്നുണ്ടോ, ഈ കുറേ പേര് കൂടി ശ്രമിച്ചാൽ വരാം എന്നുള്ള ആ ഒരു സ്നേഹത്തോടെ വിളി കേട്ടതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കി. ഞാൻ ഇത് അടുത്ത കാലത്ത് കണ്ടു ലഭിച്ചത് ഏറ്റവും കൂടുതൽ പള്ളിയിൽ കുർബാന വിശുദ്ധ കുർബാന കാണാൻ കാലഘട്ടം ഇതിനു മുമ്പ് ഇപ്പോൾ ഞാൻ വരുന്ന മുമ്പ് അറിയില്ല ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ കവിയിൽ ഞാൻ കവിയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും എല്ലാ കുർബാനയ്ക്കും ആൾ നിറഞ്ഞ വൈകുന്നേരം 6 മണിക്ക് കുർബാനയാണ്, രാവിലെ കുർബാനയുണ്ട്, ഞായറാഴ്ച സ്റ്റേഷൻ പള്ളി അടക്കമെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് 7-8 കുർബാനകൾ നടക്കുന്നത്. സംസാരിക്കാൻ പോകുമ്പോൾ പറയുന്നതാണ് എന്താണ്, എന്നാലും കുറേ കൂടെ വിഷയങ്ങളുണ്ട്, കുറേ കൂടെ പ്രശ്നങ്ങൾ തീരാറുണ്ട്. ചില ഭാഗങ്ങളുടെ കുറച്ച് കെട്ടുപാടുകൾ ഒഴിഞ്ഞു പോകുന്ന സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അതുകൂടി ആയിക്കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയാ, നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു ജെറുസലേമിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. ഭക്തന്റെ ഭൂമിയിലേക്കായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഉറച്ച ബോധ്യം അച്ഛനുണ്ടായിരുന്നു. ആ എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആ തോമസിനെയാണ് നമുക്ക് ആ ശിശുവിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ ആ ധൈര്യം എന്തുപോലെ നമുക്കും അവരോടുകൂടി പോയി വരിക, ആ ധൈര്യമാണ്. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത് കൊണ്ട് അധികാരികൾ പറയുന്നത് നമ്മൾ ചുമ്മാ ഒരു വാക്കുപയോഗിക്കും, പരിശുദ്ധാത്മാവിനോട് പറയുകയുണ്ടായിരുന്നു വേണ്ടിയത്. പക്ഷേ ആ ഉത്തമ ബോധ്യത്തോടുകൂടി അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന മാറ്റങ്ങൾക്കെല്ലാം ഒരു ആധ്യാത്മിക നിറവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ ഓഡിറ്റോറിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പരിശുദ്ധ കുർബാന സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കല്യാണത്തിന് സമയമായപ്പോൾ നമുക്കൊരു റെസ്പെക്ട് റെഫറൻസ് തോന്നാറുണ്ട്, ഒരു ബഹുമാനം ആദരവുള്ളതാണ്. കാരണം അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് സ്വന്തം വ്യക്തി ബുദ്ധി ആലോചിച്ച കാര്യങ്ങൾ മറിച്ച് തമ്പുരാനിയുടെ ഒരു പ്രതിഫലനമാണ് കാണുന്നതെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമുക്കറിയാമോ, ഈ കവാടത്തോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇതിന് ചുറ്റുപാടുകളും അതുപോലെ സിദ്ധേരി വരുന്ന സ്ഥലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും UP സ്കൂളുകളായ മാറ്റങ്ങളെ അവരുടെ കെട്ടിടവും അതുപോലെ മറ്റു മേഖലയിലും കുട്ടികൾക്കും അതുപോലെ അധ്യാപകർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവ സാന്നിധ്യമായി നമുക്ക് വേണ്ടി സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് നിത്യാനന്ദ ചാപ്പലിന്റെ കാര്യം എടുത്താൽ ഒരു അനുഗ്രഹത്തിന് കൂടാരമായി മാറി. ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെയാണ് പലരും അവിടെ നടന്ന അവർക്കുണ്ടായ അത്ഭുതങ്ങളെ പറ്റി പറയുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾ നിത്യാനന്ദ ചാപ്പലിൽ പോയ
നമ്മുടെ സാക്ഷ്യങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും പറഞ്ഞു, ഒത്തിരി പേര് പോകുന്നു, നമ്മൾ പുറത്തുനിന്ന് വരുന്നവരും പോകുന്നുണ്ട്. അത് കേട്ടറിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആ സുഖം ഒരു അരിയുടി നമ്മൾ തിരിച്ചറിയാൻ സാധിക്കും. അവിടെ പ്രാർത്ഥിച്ചാൽ മനസ്സിലാകുന്നു. ആ വിദ്യാലയ സ്റ്റാഫുകൾ ആ യൂസേഫിൽ എപ്പോഴും അച്ഛൻ പറഞ്ഞാലും യൂസേഫിൽ വരുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയുന്നതിനെ പറ്റി കൂടുതൽ പറയുന്നുണ്ട് എങ്കിൽ അച്ഛൻ ഇവിടെ വെച്ചിട്ട് സംസാരിച്ച കൂടുതലായിട്ട് യൂസേഫിനെ പറ്റിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂസേഫിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ ഉറങ്ങുന്ന യൂസേഫ് പിതാവിന്റെ ഗ്രോട്ടാണ് സ്ഥാപിച്ചത്. ഈ കൊച്ചിന്റെ കൈകാര്യം നമുക്ക് വേണ്ടിയിട്ട് തിരുനാളിടയ്ക്കാണ് ഒരു ദിവസം യൂസേഫ് പിതാവിനെ പറ്റിയിട്ട് വളരെ വിശാലമായിട്ടൊരു സംസാരം. എന്താണ് യൂസേഫ് പിതാവ്, ആരായിരുന്നു, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പറയുകയുണ്ടായത് അച്ഛൻ്റെ ആ ഒരു നിർദ്ദേശമാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികരോടുള്ള സഹവൈദികരോടുള്ള അച്ഛൻ്റെ ആ കെയർ, അവരോടുള്ള ശ്രദ്ധ, അവർ പോകുന്നതും ചെയ്യുന്നതും കാര്യങ്ങൾ കൂടിയ നിർദ്ദേശങ്ങൾ. ഞാൻ പറയുകയാണെങ്കിൽ അച്ഛത്രയും ചെറുപ്പകാലത്തിൽ തന്നെ വിദേശങ്ങളിൽ അതുപോലെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ നിന്നൊക്കെ ലഭിച്ച ഒരു പഠനമായിരിക്കാം അവർക്ക് വേണ്ട കെയർ, അവർക്ക് വേണ്ട പഠന ശിബിരമായിട്ട് ഒരു കളരിയായിട്ട് നമ്മൾ പേരാവൂർ ഇടവക മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ആ കൊച്ചന്മാരെല്ലാം ഇവിടെ വന്ന് അച്ഛനോടൊപ്പം ബലിയർപ്പിച്ചത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ലൊരു ഗുരുവിനെയാണ് ഞങ്ങൾക്ക് അന്ന് ലഭിച്ചിരുന്നത്. ആ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ഇടവകയിൽ ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം ഓർത്താണ്, ആ ജോർജ് ചേർന്നത് ഇവിടെയുള്ള സഹവൈദികരെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇടവകാലത്തെയും ഒരുപോലെ നയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേർക്കണമെന്നുള്ള ആ വിശ്വാസം അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ തീവ്രത അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. അച്ഛൻ ഒത്തിരി സ്നേഹത്തോടു കൂടിയിട്ട് പറഞ്ഞാലും തീരാത്ത മാറ്റങ്ങളുടെയും അതുപോലെ വ്യക്തി എന്ന രീതിയിലും അടുത്തറിഞ്ഞവർക്ക് മാത്രമേ അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. അത്രയും തെളിഞ്ഞ മനസ്സുള്ള തെളിഞ്ഞ ഹൃദയമുള്ള ഒരു മനുഷ്യനായിട്ടാണ്, എനിക്ക് സാധാരണ മനുഷ്യനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സാധാരണ കർഷകനായ നമുക്കറിയാം ഈ പള്ളി പരിസരത്തുണ്ടായ മാറ്റങ്ങൾ, കൃഷിയിലുണ്ടായ മാറ്റങ്ങൾ എത്രയാണെങ്കിൽ എന്താ പറയുക, ഹരിതാവോ പച്ചമെന്ന് പറഞ്ഞ പോലെ എത്രയാണ് അവിടെ തെങ്ങ് വെച്ചിരിക്കുന്നതും ഒത്തിരി കാര്യങ്ങൾ ആ കൊറോണ കാലഘട്ടത്തിൽ ചെയ്ത പച്ചക്കറി കൃഷികളെല്ലാം നമുക്ക് നേരിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കർഷകന്റെ മനസ്സാണ് ഏറ്റവും ശാന്തമായ മനസ്സെന്ന് പറയപ്പെടുന്നത്, വളർച്ചയുടെ മനസ്സെന്ന് പറയുന്നത്, പ്രത്യാശയുടെ മനസ്സ്. ആ മനസ്സിന് ഞങ്ങൾ ആദരപൂർവ്വം നന്ദി പറയുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ അച്ഛൻ വന്ന വർഷവും ഈ പോകുന്നൊരു വർഷവും എനിക്ക് ദിവാലിഗ്രഹത്തെ കോർഡിനേറ്ററായിട്ട് അച്ഛനോട് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഹൈസ്കൂളിലാണെങ്കിൽ 4 വർഷം ഹെഡ് മാസ്റ്ററായിട്ട് അച്ഛൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. അച്ഛൻ ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് ഒത്തിരി ആദരവോട് കൂടിയിട്ട് ഞങ്ങൾ ഈ സദസ്സിലേക്ക് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പന്തലൂർ പറമ്പിലച്ഛൻ ആര് പറഞ്ഞാലും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ വചന പ്രഘോഷണമാണ് ഏറ്റവും കൂടുതലായിട്ട് പറയപ്പെടുന്നത്. ഒരു ദിവസം ഞാൻ കേട്ടത് നല്ലൊരു വാക്ക് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തു, പെടാപ്പാട് വിടുക. എനിക്ക് തോന്നുന്നു അച്ഛന് കൊടുക്കുന്നത് പെടാപ്പാട് വിടുക. കാരണം ഈ ബൈബിൾ വചനം എങ്ങനെയാണ് വ്യാഖ്യാനിച്ച് ഇവർക്ക് മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനെ പറ്റിയിട്ട് പെടാപ്പാട് വിടുന്ന ഒരു കൊച്ചനെയാണ് എനിക്ക് ജനച്ച് കാണാൻ സാധിച്ചത്. കാരണം അതിനെ പറ്റിയിട്ട് മറ്റുള്ളവര് കടൽത്തീരത്ത് അത്യാവശ്യം തീരത്തുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ കടലത്തിന്റെ ആഴക്കടലിലേക്ക് പോയി അവിടെ മുത്തും ചിപ്പിയൊക്കെ മാറി അവിടെയുള്ള കാര്യങ്ങൾ ആ ഗഹനതയിൽ അതിനെ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നത് നമ്മുടെ ജനറച്ചനാണ്. ഒത്തിരി താല്പര്യത്തോടു കൂടി അച്ഛന് ഈ വൈദിക വൃത്തി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കും. ഒരാൾ പ്രവൃത്തി എന്താ പറയാ, അയാൾക്കതൊരു ഭാരമാണ് അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ട് ചെയ്താണെന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് താല്പര്യത്തോടു കൂടിയിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള നല്ല പ്രയത്നങ്ങൾ നമ്മുടെ അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ജനറച്ചനെയും ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം എല്ലാ യാത്രകളും നേർന്നുകൊണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യാം. നമുക്കറിയാം നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള നമ്മുടെ ML വിശേഷങ്ങൾ പറയുന്ന കാര്യമൊന്നുമില്ല. കാരണം എന്ത് പരിപാടികളാണ് നമ്മുടെ വരും. പേരാവൂരിനോട് എനിക്കൊന്ന് സാറ് ഭയങ്കര അച്ചാരത്തിനോട് പേരാവൂർ യുവജനമണ്ഡലമല്ല, ഈ പേരാവൂർ പ്രത്യേകിച്ച് പള്ളിയോടും ഈ സ്ഥാപനങ്ങളോടുമൊക്കെ വളരെയധികം താല്പര്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് തരത്തിലുള്ള ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും പറയുന്ന എല്ലാവരും ഉള്ളതുകൊണ്ട് ഇടയിൽ പാടുന്നു. അങ്ങനെ ഇടയിൽ പാടുന്നു വരുന്നില്ല, നമ്മളോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മുടെ സണ്ണി ജോസഫ് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന്റെ ആ ദൈവ സാന്നിധ്യത്തിൽ ഈ ദിവസവും നമ്മളൊപ്പം ആയതൊരു സന്തോഷം അറിയിച്ചുകൊണ്ട് ജോസഫിനെ പൂർണ്ണ സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായി പറഞ്ഞിരിക്കുന്ന നമ്മുടെ സണ്ണിച്ചേട്ടനുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാലഘട്ടത്തിൽ കിടന്ന നിർമ്മാണ പ്രക്രിയയിൽ മുഴുവൻ സജീവ സാന്നിധ്യമാണ്. ഒത്തിരി തിരക്കുള്ള മനുഷ്യരാണ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞ കാര്യമൊന്നുമില്ല. ആ തിരക്കിനിടയിലും പള്ളിയിൽ വന്നിട്ട്
ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം ഒന്ന് വിശകലനം ചെയ്ത് അവലോകനം ചെയ്തതിന് ശേഷം മാത്രമേ പോകാവൂ, രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും. അപ്പൊ അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് അച്ഛനോട് ചേർന്ന് നിന്നതുകൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധികൾ ഒത്തിരി നമുക്കറിയാം, വന്ന കാര്യങ്ങളെ പറ്റി അറിയാം. ആ സമയത്തെല്ലാം അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ നമുക്ക് ഇടവകയുടെ നമുക്ക് ഞങ്ങളൊക്കെ പറയും അതെന്തെങ്കിലും ആട്ടെ, ആരെങ്കിലും കിട്ടും, അതും നമുക്ക് കാര്യങ്ങൾ നടക്കട്ടെ, കാര്യങ്ങൾ നടന്നിരിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആ വിശ്വാസത്തോടു കൂടിയിട്ട് സേവനം ദർശിച്ച് ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന സണ്ണിച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തോമസിനുണ്ട് അച്ഛൻ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആശ്രമം ഓസ്ട്രേലിയ ആശ്രമം എന്ന് പറയപ്പെടുന്നത്. തോമസിനും അവിടെയുള്ള മറ്റു വൈദികരും നമ്മുടെ എല്ലാ പരിപാടികൾക്കും സജീവ സാന്നിധ്യമായിട്ട് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രൊഫഷണലിനെ വിളിയിട്ടുണ്ട്. ടീച്ചറിനെ പണ്ടേ അറിയാവുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെന്നോട് വളരെ ഫോൺ വിളിച്ചിട്ട് കുറേ നാളായിട്ട് എൻ്റെ നമ്പർ നമ്പർ ഉണ്ടാവും. വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് അച്ഛനെ പറ്റി സംസാരിക്കാൻ 5 മിനിറ്റ് ഞാൻ എടുത്തോട്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സമയമൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. മറ്റു വിളിച്ചോളൂ ഞാൻ പറഞ്ഞു 2 മിനിറ്റ് 3 മിനിറ്റ് എന്നൊക്കെ ആശംസ പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അതാ പറഞ്ഞു, ഞാൻ 5 മിനിറ്റ് എടുക്കും, ഞാൻ എഴുതി തയ്യാറാക്കിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്ന് വെച്ചാൽ അത്രയും താല്പര്യത്തോട് കൂടിയിട്ട് വന്നു ചേർന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഞാൻ ആരാണ്ടേണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ. അപ്പോൾ ഈ താല്പര്യത്തോട് നമ്മളോട് വന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ട്രീഷാമിക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം. അതുപോലെ തന്നെ ജോസച്ചൻ വിളിക്കുന്നുണ്ട്. അച്ഛൻ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഈ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു കൂട്ടുകൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛനെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അച്ഛനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ ഇതെല്ലാം ഇപ്പോൾ 2 പേരും 2 അച്ഛന്മാരോട് പോകുമ്പോൾ ജോമിയാൻസിനെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്, ഇല്ല ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ചുരുങ്ങിയ കാലഘട്ടം ആയിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് ഞാനും കൂടെ പറയുന്നേക്കാൾ കൂടുതൽ ആൾക്കാരുടെ പേരൊക്കെ അച്ഛനിപ്പോൾ പറയാം. ഇന്ന് പറഞ്ഞ ഇന്ന് രജീഷ് എനിക്കറിയില്ല, അയാൾ നന്നാക്കാൻ വരും നമ്മുടെ അവിടുത്തെ ജനറേറ്ററുകളായിട്ടും. അതുപോലെ ഈ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും എല്ലാ പ്രദേശത്തും ഏകദേശം അച്ഛൻ ബൈഹാട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഒപ്പം അദ്ദേഹം കൂടെ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ മകരസ്ഥാന സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇതുപോലെ ഉപയോഗിക്കുന്ന വാർത്തപ്രമാരെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം സജീവ സാന്നിധ്യമാണ്. അവരെല്ലാ സേനകളും ഓർത്തുകൊണ്ട് അവിടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവരെല്ലാവരെയും രാജു ജോസഫ് ഉണ്ട്, നമ്മുടെ ബൈജു വർഗീസ് ഉണ്ട്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി ചാക്ക്, അതുപോലെ ബാബു കെ വി, ഇവരെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യോഗത്തിന് നന്ദി പറയുന്ന ജോലി പാരിഷ് കൗൺസിൽ സെക്രട്ടറി എന്നുപരി അച്ഛൻ വന്നപ്പോൾ തൊട്ട് തന്നെ ഏകദേശം കോർഡിനേറ്ററായിട്ട് 2 ടൈം പ്രവർത്തിച്ചാണ് ജോലോ. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോൾ ജോജോയിൽ അവനെ ഫോർമാറ്റ് ചെയ്യുന്നു, ഈ തലച്ചോറ് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പരിപാടി തീരുമ്പോൾ പുതിയ സെക്രട്ടറി എന്താണ് അതിന്റെ തിരക്ക് ഇതാണോ അതാണോ തിരിച്ചറിയാം. ബാങ്കിലേക്ക് പരിപാടിക്കൊന്ന് കിട്ടിയെന്ന് നമ്മുടെ പ്രസിഡന്റ് ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ രാവിലെ പറയുകയുണ്ടായി. അപ്പൊ അത്രയും താല്പര്യത്തോടുകൂടിയാണ് നമ്മുടെ ഇടവകയുടെ കാര്യങ്ങൾ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോജോയെ ഞാൻ സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ആശംസകൾക്ക് ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് നമുക്കറിയാം സൺഡേ സ്കൂൾ മാസ്റ്റർ ജോൺസൺ സാറ്, ഫ്രാൻസിസ് ഗുരുനാഥ് സാറ്, അതുപോലെ ജോണി തോമസ് സാറ്, ഓമന ടീച്ചർ, ജോസ് സാർ വെള്ളിയിൽ, സണ്ണി തുറക്കിൽ, ടോമി താഴത്തില്, സെബാസ്റ്റ്യൻ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ കേവി, അതുപോലെ ഹയർ സ്കൂൾ ഹെഡ് മാസ്റ്റർ സണ്ണി സെബാസ്റ്റ്യൻ, UP സ്കൂൾ ഹെഡ് മാസ്റ്റർ സോജൻസ് വർഗീസ്, വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് ഇസ്തഫാൻ തട്ടിൽ, അതുപോലെ UFCയുടെ പ്രസിഡന്റ് ബിനോയ് എടുത്താണ്, റീഗോ സാറ്, അതുപോലെ തന്നെ ജിസ്റ്റോ, ആദർശ്, എഡ്വിൻ, ഇവരെല്ലാവരെയും ഉച്ചവാക്കിലും സ്വാഗതം ചെയ്യുകയാണ്. അത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനായ നമ്മുടെ വികാരിയച്ഛൻ തോമസ് കൊച്ചേരടച്ച എഴുതിയിരിക്കുന്ന നമ്മുടെ യാത്രയയപ്പിൽ നിന്നും നമ്മുടെ മാറിപ്പോകുന്ന ജഗന്നച്ചൻ, പേരാവരുടെയും നമ്മുടെ നാടിൻ്റെയും പ്രിയങ്കരനായ MLA, ഏത് സമയത്തും നമ്മൾ ഓരോരുത്തരും MLA ആണ് എന്ന അഹംഭാവം നമുക്ക് ഓരോരുത്തരും ഉണ്ടാകത്തക്ക രീതിയിൽ ഏത് വ്യക്തി വിളിച്ചാൽ ഏത് സമയത്തും നമ്മോട് ചേർന്നിരിക്കുന്ന പ്രിയങ്കരനായ MLA സണ്ണി ജോസഫ് അവർ, നമ്മുടെ പ്രിയങ്കരിയായ പ്രൊവിൻഷ്യാളമ്മ നമ്മളോട് എപ്പോഴും ഉണ്ട്. കുറച്ച് നാൾ മാറി എന്നാൽ പോലും എപ്പോഴും പേരാവരുടെയും നമ്മുടെ ഈ ഇടവകയുടെയും കാര്യത്തിൽ ശ്രദ്ധ നിൽക്കുന്ന ടീച്ചമ്മ, ബഹുമാനപ്പെട്ട പേരാവൂര് ആശ്രമത്തിൽ തോമസ് അച്ഛൻ, സോമിയച്ഛൻ, ഇവിടെ നിർമ്മലൻ, പ്രിയങ്കരായ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഉണ്ണിച്ചാക്കോ, വാർഡ് മെമ്പർമാരായ ശ്രീ ബാബു, രാജു ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബൈജു മാസ്റ്റർ, നമ്മുടെ പാരിഷ് കൗൺസിലിൻ്റെ സെക്രട്ടറി ശ്രീ ജോജോ, സ്വാഗത പ്രസംഗം നടത്തിയ ഓമാത്യു സാറ്, ഭക്തസംഘങ്ങളുടെ
ആളുകൾ, പ്രിയങ്കരായ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പാൾ, വ്യാപാര വ്യവസായ സംഘടനാ നേതാക്കന്മാർ, നമ്മുടെ കൈക്കാരന്മാർ, മുൻ വേദപാഠ ഹെഡ് മാസ്റ്റർമാർ, അങ്ങനെ വേദിയിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായ ഇവിടുത്തെ സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവക സമൂഹത്തിലെ മുഴുവൻ അമ്മമാർ, സഹോദരന്മാർ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം കൊച്ചുകാരനെ പറ്റിയില്ല. കാരണം സ്വാഗത പ്രാസംഗികൻ മുഴുവൻ കാര്യങ്ങൾ MLA അടക്കം നോട്ട് ചെയ്ത കാര്യങ്ങൾ സ്വാഗത പ്രസംഗങ്ങളോട് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഒമർ സാർ പറഞ്ഞവരെ 6 വർഷക്കാലം ഒരു കൈക്കാരനായി ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇടവകക്കാർ ഓരോ പ്രാവശ്യവും മാറി നിൽക്കുന്ന സാഹചര്യം വരുമ്പോഴും 1 വർഷം 2 വർഷം രണ്ടാമത്തെ ടേം കഴിഞ്ഞാൽ നമുക്കൊരു കൈക്കാര സ്ഥാനം തുടരാൻ പറ്റാത്ത നിയമങ്ങളെ മറികടന്ന് ഈ ഇടവക സമൂഹം എപ്പോഴും ചേർന്ന് നിന്ന് ഇലക്ഷനിലും അല്ലാതെയും കൊറോണ കാലഘട്ടത്തിലും ചേർന്ന് നിന്ന് മാറ്റാതെ ഒരു കൈക്കാര സ്ഥാനത്ത് തുടർന്നപ്പോൾ അത് ദൈവനിശ്ചയമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചുകാരോട്ടത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനും കാണാനും സാധിച്ചു. മറ്റുള്ളവരുടെ ഒരു കരുണ, കാരുണ്യം, അതുപോലെ കരുതൽ, ഇതൊക്കെ നമ്മൾ കാണുന്ന ഒരു കുടുംബത്തിൽ നമ്മുടെ അംഗങ്ങളായി മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. അത് സമൂഹത്തിലേക്ക് വരുമ്പോൾ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവ്, അതെല്ലാം ഒത്തൊരുമിച്ച് ഒത്തുചേർന്ന് നമ്മുടെ സ്നേഹനിധിയായ ബഹുമാനപ്പെട്ട വികാരിച്ചിട്ടുണ്ട്. അത് 6 വർഷക്കാലം എനിക്ക് അടുത്ത് അറിഞ്ഞ് കാണാനും സാധിച്ചതാണ്. പിന്നെ ഏത് പ്രായത്തിൽ കുറഞ്ഞ ഒരാളുകളെ പോലും ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം അമ്മമാരെയും പ്രായത്തിൽ കുറഞ്ഞ അവരെയും വിളിക്കും ചേച്ചി. അത് ഒരു മാനദണ്ഡമില്ലാതെ സഹോദരങ്ങളെ ആരെ കണ്ടാലും ചേട്ടാ. ഇതൊക്കെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു മാതൃക പൊതുസമൂഹത്തിന് ഒരു ഇത്രയും ഉയർന്ന രാഷ്ട്രീയ എപ്പിസ്കോപ്പൽ പദവി, അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം, പല രാജ്യങ്ങൾ സന്ദർശിച്ച ഒരുപാട് അറിവുകൾ ഉള്ള ഒരു വ്യക്തികളിൽ നിന്ന് നമ്മളെപ്പോലെ ഒരു അറിവുകളോ അല്ല പൊതു ചെറിയൊരു നാട്ടിലോ കണ്ട ജീവിതത്തിൽ കെട്ട അറിവുകളോ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പഠിക്കാനും ചെയ്യാനും കാണാനും സാധിച്ചെന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ തുറന്നു പറയാൻ വന്നത്. അച്ഛൻ്റെ അടുത്ത് എനിക്കിപ്പം ഇവിടുത്തെ പള്ളികൾ പണിതത്, നമ്മുടെ മണപ്രച്ചാല പള്ളി പണിതത്, മാവടിപ്പള്ളി, കല്ലടിപ്പള്ളി, നിത്യാരാധന ചാപ്പല്, ആത്മീയമായിട്ടുള്ള വളർച്ച, പല കാര്യങ്ങൾ ചെയ്തത്, ഒരുപാട് ഇരിക്കുന്ന വേദിയിലിരിക്കുന്നവർക്ക് ഒരുപാട് പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഞാൻ 1, 2, 3 യാത്രകൾ, വിദേശ യാത്രകൾ, 1, 2, 3 വിശുദ്ധ നാടുകളിൽ, ഒരു ഇറ്റലി, റോം, ആ ഒരു യാത്രകളുണ്ട്. പ്രായമായ ഐപ്പേട്ടിനെ പോലും കരുതലോടെ, എത്രയെല്ലാം തിരക്കുകളുണ്ടെങ്കിലും അവിടെയുള്ള യാത്രകളിലൊക്കെ പുറത്തു പോയ ആൾക്കറിയാം. ഒരു ട്രെയിൻ വന്നു കഴിഞ്ഞാൽ മെട്രോ ട്രെയിനാണ്, സെക്കൻഡ് വന്നാൽ സെക്കൻഡ് അപ്പുറത്തേക്ക് കടന്നു പോകുമ്പോഴത്തേക്കും അത് കടന്നു പോകും. അപ്പോൾ ഇവരെല്ലാം ചേർത്ത് പിടിച്ച്, കൈക്ക് പിടിച്ച്, ആരോഗ്യ പ്രശ്നമുള്ളവരെ ആരോഗ്യത്തിൽ മരുന്ന് കൊടുക്കുന്നു. ഇസ്രായേൽ ജനത്തിനെ മോശം നയിച്ച ഒരു പ്രീതിയായിരുന്നു. ഒരു 40 ആളുകൾ കൂടുതൽ, 50 ആളുകൾ കൂടുതലുള്ള യാത്രകളിൽ, ഈ ബസ് യാത്ര, ട്രെയിൻ യാത്ര, ഫ്ലൈറ്റ് യാത്രയിലൊക്കെ ഒരാളുകളെ പോലും അവിടെ ഇവിടെ തടസ്സപ്പെടുത്താതെ ഭക്ഷണ രീതികളും അതെങ്ങനെ കഴിക്കുന്നത്, എവിടെയാണ് ആളുകളെ ചേർന്ന് നിർത്തേണ്ടത്, രാത്രികാലങ്ങളിൽ, പകല്, ഇതൊക്കെ ഒരു നാട്ടിൽ നിന്ന് ഒരു 10 16 ദിവസക്കാലം ഒരു യാത്രകളിൽ നമ്മൾ കൊണ്ടുപോയി വന്നു കഴിയുമ്പോഴാണ് തിരിച്ച് ഒരു ശ്വാസം അച്ഛന് വീഴുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ലൂർദിലെ, ഫാത്തിമയിലൊക്കെ രാത്രികാലങ്ങളിൽ 9 മണി 9:30 മണിയൊക്കെ സമയമാകുമ്പോൾ കൊടും തണുപ്പ്.
അധ്യക്ഷൻ ശ്രീ സണ്ണി സിറിയൻ, നാം ഏവരുടെയും ബഹുമാനിയും പ്രിയങ്കരനുമായ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ തോമസ് കൊച്ചേരോട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജെറിനച്ചൻ ഉൾപ്പെടെയുള്ള യാത്രയപ്പിൻ്റെ അച്ഛന്മാർ, മറ്റച്ഛന്മാർ, ട്രീസ സിസ്റ്റർ ഉൾപ്പെടെയുള്ള സിസ്റ്റേഴ്സ്, ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവർ, ഞാനിപ്പോൾ ആലോചിച്ചത്, ഞാൻ കുറേ അച്ഛന്മാരുടെ യാത്രയപ്പ് യോഗങ്ങളിൽ ചെറുപ്പത്തിൽ മുതൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ റോയൽ പള്ളിയിലെ അൾത്താര ബാലനായിരുന്നു. അന്ന് ഒരു യാത്രയപ്പ് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ കരഞ്ഞുപോയി. ഇഷ്ടപ്പെട്ടൊരു അച്ഛൻ്റെ യാത്രയപ്പിന് ഞാൻ സത്യത്തിൽ കരഞ്ഞുപോയി. പിന്നീട് ഇവിടുന്ന് പോണ അച്ഛൻ്റെയും അച്ഛന്മാരുടെ ഇവിടെ തന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സ്വന്തം ഇടവകയിലും എല്ലാ അച്ഛന്മാരുടെ യാത്രയപ്പിലും. പക്ഷെ ഇത്ര ഹൃദ്യമായ വാക്കുകൾ, ഇവിടെ സണ്ണി സിറിയക്കിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ. പരിശുദ്ധാത്മാവാണ് ആ വാക്കുകൾ പ്രചോദിപ്പിച്ച് ഇവിടെ അവതരിപ്പിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഇത്രയേറെ നന്മകൾ നിറഞ്ഞ ഒരു പ്രവർത്തനം 8 വർഷക്കാലം ഈ ഇടവകയിൽ കാഴ്ചവെക്കാൻ ബഹുമാനപ്പെട്ട തോമസ് കൊച്ചേരോട്ടത്തിന് സാധിച്ചത് അച്ഛന് ലഭിച്ചിട്ടുള്ള ദൈവ കൃപയാണ്, പ്രത്യേക വരപ്രസാദമാണ് എന്ന് വിശ്വാസികളായ നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കും. അച്ഛന്മാര് പലരുമായിട്ട് നമ്മൾ അടുത്തിടപഴകുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് സ്നേഹമാണ്, താല്പര്യമാണ്, ബഹുമാനമാണ്. എല്ലാവരും ഇടവക സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയെല്ലാം കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, നേതൃത്വം നൽകുന്നവരാണ്. എന്നാൽ അവരിൽ നിന്നെല്ലാം വേറിട്ട നന്മകൾ നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് 8 വർഷക്കാലം അച്ഛൻ പേരാവൂരിൽ നടത്തിയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാം ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാക്കന്മാരും ജനറാളച്ഛന്മാരും എല്ലാം ആലോചിച്ചിട്ട് അച്ഛൻ ഒരു ടേമാണ്, ഒരു വർഷമല്ല, ഒരു ടേം തന്നെ നീട്ടിക്കൊടുക്കുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഈ നാടിന് ആവശ്യമാണ്. നാട് അച്ഛനെ സ്നേഹിക്കുന്നു. നാട്ടുകാരെ, ഇടവക സമൂഹത്തെ, പൊതുജനങ്ങളെ കൊച്ചേരോട്ടത്തിനും സ്നേഹിച്ച് ഈ പ്രദേശത്തെ മുന്നോട്ട് നയിക്കാൻ അച്ഛന്റെ നേതൃത്വം ഈ നാട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിതാക്കന്മാരെല്ലാം അച്ഛന്റെ സേവനം ഇങ്ങോട്ട് നീട്ടിയത്. എന്നാൽ അതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അച്ഛന് യാത്രയപ്പ് ഉത്തരവിറക്കാൻ വേണ്ടി പിതാക്കന്മാരെ നിർബന്ധിതരായിട്ടുള്ളത്. ആ ഉത്തരവിനെ അച്ഛന്മാരെ അനുസരിക്കുകയാണ്. എനിക്ക് അച്ഛന്മാരുടെ നാളെ എനിക്ക് ഇന്ത്യ പള്ളിയിലെ പ്രസംഗമുണ്ട്, എന്റെ സ്വന്തം ഇടവകയിൽ. അപ്പൊ എന്താ പ്രസംഗിക്കുന്നത്? അച്ഛന്മാർ ഇതിനെ എങ്ങനെ കാണുന്നു? നമ്മുടെ വലിയ വിഷമത്തോടെ കാണുമ്പോൾ അച്ഛന്മാർ ഇത് അങ്ങനെ വലിയ വിഷമത്തിലല്ല കാണുന്നത്. വിശ്വാസം അവര് ദൈവനിശ്ചയമാണ്, നേതൃത്വത്തിന്റെ ഉത്തരവാണ്. എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും. അപ്പൊ ഞാൻ ആലോചിച്ച കല്യാണ പതിവിനോട് പറയാറുണ്ട്, പ്രാർത്ഥനയിൽ പറയാറുണ്ട്, മകളെ നീ പിതൃഗ്രഹത്തിൽ മാതാപിതാക്കളെ വീട്ടിച്ച് അല്ലെങ്കിൽ മറന്ന് നീ അടുത്ത ഭർത്തൃ വീട്ടിലേക്ക്. ഞങ്ങളെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഫാദർ തോമസ് കൊച്ചേരോട്ടച്ച, ജയച്ച, ഉദ്ഘാടകൻ സെന്റ് ജോസഫ് എന്നിവരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബൈബിളിൽ ഒരു പുസ്തകമുണ്ട്, എസ്രാ നെഹേമിയ. കേട്ടിട്ടുണ്ടോ? ആ നെഹേമിയയുടെ പുസ്തകത്തിൽ ഒരു രംഗമാണ് തോമസ് കൊച്ചേരോട്ടനെ കുറിച്ച് എൻ്റെ മനസ്സിൽ വരുന്നത്. അതായത് ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ ഇസ്രായേലിൽ വന്ന് അവരെ തോൽപ്പിച്ച് അവരെ അടിമകളായി ബാബിലോണിൽ കൊണ്ടുപോയി. അതാണ് ബാബിലോൺ വിപ്രവാസം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ബാബിലോൺ രാജാവ് ജെറുസലേമിൽ നിന്ന് പോകുന്നതിന് എന്ത് ചെയ്തെന്നറിയാവോ? ദേവാലയം തകർത്തു, പ്രൗഢിയേറിയ ദേവാലയം തകർത്തു, ദേവാലയത്തിന്റെ ചുറ്റുമതിലുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് പോയത്. 40 വർഷം ഈ ജനം ബാബിലോണിൽ താമസിക്കുന്നുണ്ട്. പിന്നീട് ബാബിലോൺ സാമ്രാജ്യം തകരുകയും പേർഷ്യൻ സാമ്രാജ്യം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജാവായ സൈറസ് ഇസ്രായേൽ ജനത്തിന് മോചനം കൊടുക്കണം. അവരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേമിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന ജനം ജെറുസലേം ദേവാലയം പണിയുകയാണ്. അങ്ങനെ ജെറുസലേമിൽ നിന്ന് കുറച്ചുപേര് തിരികെ വീണ്ടും ബാബിലോണിൽ വരുമ്പോൾ നെഹെമ്യ എന്ന ആള്, ഒരു പ്രവാചകൻ, അവരോട് ചോദിക്കും, ജെറുസലേമിന്റെ സ്ഥിതി എന്താണ്? അപ്പോൾ അവർ പറയുന്നു, ജെറുസലേമിന്റെ പഴയ പ്രൗഢിയെല്ലാം പോയി, അതിന്റെ മതിലുകളെല്ലാം തകർന്നു. അപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്, നെഹെമ്യ അതിനെ ഓർത്ത് കരഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചു.
പാനപാത്രവാഹനാണ്. പാനപാത്രവാഹൻ എന്ന് പറഞ്ഞാൽ വീഞ്ഞ് വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ ഈ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ രാവിലെ ഇങ്ങനെ അദ്ദേഹത്തിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ നെഹമ്യയുടെ മുഖത്ത് പഴയ സന്തോഷമില്ല. അപ്പോൾ ഈ രാജാവ് നെഹമ്യയോട് ചോദിക്കും, നെഹമ്യ, എന്താണ് നിന്റെ മുഖത്തൊരു സങ്കടം? എന്താണ് മുഖത്ത് കാണുന്ന മ്ലാനതയുടെ കാരണം? അപ്പോൾ നെഹമ്യ പറയും, രാജാവേ, ഞാനെങ്ങനെ സങ്കടപ്പെടാതിരിക്കും? എന്റെ ജെറുസലേം നാമവിശേഷമായി മധുരകൾ തകർന്നു കിടക്കുകയാണ്, അത് പുനരുദ്ധരിക്കണം. അപ്പോൾ രാജാവ് ചോദിക്കും, അതിന് ഞാൻ എന്ത് ചെയ്യണം? രാജാവേ, എന്റെ പഴയ സ്ഥലം ജെറുസലേം പുനരുദ്ധരിക്കാൻ നീ എന്നെ അയക്കണമെന്ന് രാജാവിനോട് കേണപേക്ഷിക്കുമ്പോൾ രാജാവ് പറയും, നീ പോയി പണി. അങ്ങനെ പഴയ പ്രൗഢി വീണ്ടെടുക്കാൻ വേണ്ടി നെഹമ്യ പോവുകയാണ്. തോമസ് ശരിക്കും തോന്നുന്നതിനാണ് തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും വലിയൊരു ഇടവക, വലിയൊരു ഫൊറോന, പക്ഷെ അതിന്റെ പഴയ പ്രൗഢി നഷ്ടപ്പെട്ടിരുന്നു. പേരാവൂർ പ്രദേശത്തിന്റെ പഴയ പ്രൗഢി പോയിരുന്നു. ദൈവസ്വർഗത്തിൽ നോക്കി ആരാണ് ഈ പേരാവൂരിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കാൻ കഴിവുള്ളത്? ദൈവം അച്ഛനെ നിയോഗിച്ചു. ശരി, അച്ഛന്റെ ദൈവം കൊച്ചുകരയുടെ എന്തിനാണ് ഇതിന്റെ പ്രൗഢി വീണ്ടെടുക്കാനും ഇതിനെ കുറെ കൂടി വളർത്താനും വേണ്ടി കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പേരാവൂർ ദേവാലയം. അതുകൊണ്ടാണ്, കാരണം കുടിയേറ്റ ചരിത്രത്തിലെ ആദ്യകാലത്തിലെ ദേവാലയമാണ്. ഒരുപാട് പ്രാർത്ഥനകളൊഴിയ ഒരുപാട് വിശ്വാസമുള്ള ജീവിച്ച സ്ഥലമായതുകൊണ്ട് ഇതിന്റെ പ്രൗഢി നഷ്ടപ്പെടരുതെന്ന് കർത്താവിന് തോന്നി. അതുകൊണ്ട് കർത്താവ് അച്ഛനെ അയച്ചു. ഞാൻ ഓർക്കുകയാണ്, അച്ഛൻ പണിതതിന്റെ ഇതെല്ലാം നിങ്ങളിവിടെ കാണും. ഇവിടെ പലരും പറഞ്ഞില്ലെങ്കിൽ പലരും പരാമർശിക്കുന്നത് അതെല്ലാം അച്ഛനെ ഈ പേരാവൂരിന്റെ ചരിത്ര താളുകളിൽ പങ്കിനെ ചേർക്കപ്പെടുന്നതാണ് നമുക്കറിയാം. അച്ഛനൊരിക്കലും പറഞ്ഞതെല്ലാം കാണുമ്പോൾ അവരെല്ലാം ഓർക്കും. എനിക്ക് തോന്നുന്നത് ഈ ഭൗതികമായ നേട്ടത്തോടൊപ്പം അച്ഛൻ ആത്മീയ കാര്യങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഞാനും അച്ഛൻ ഒരേ സമയം വന്നവരാണ്. ഞാനും വന്നിട്ട് ഇപ്പോൾ 8 വർഷമായി. അച്ഛൻ വന്നിട്ട് 8 വർഷമായി. അന്ന് മുതൽ ഞാൻ എപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. പേരാവൂർ ഇടവക പേരാവൂർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിപാടിക്ക് മാറ്റി നിർത്താറില്ല. പലപ്പോഴും എനിക്ക് വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. എല്ലാ കുർബാനകളിലും തിരുനാൾ അച്ഛൻ ഒന്നല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ പ്രസന്ന രീതിയിൽ എപ്പോഴും ക്ഷണിക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും വിളിക്കുന്നുണ്ട്. അച്ഛൻ്റെ ആ ഒരു ഊഷ്മളമായ ബന്ധം ഇവര് സാധിച്ചേട്ടനും ഇവരെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. ഒരുപാട് അനുഭവിക്കാൻ സാധിക്കും. എനിക്ക് ഒരു ചേട്ടന്റെ വാത്സല്യം അച്ഛന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്നത് അച്ഛന്റെ ഒരു ആത്മീയമായ കാഴ്ചപ്പാട്. അതായത് 3 കൺവെൻഷനുകൾ അച്ഛനോട് നടത്തുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 3 കൺവെൻഷനുകൾ ഒരുപാട് ഏകതയാണ്. അതുപോലെ അച്ഛൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച് സേവകരിച്ച് അച്ഛനെ കൂടെ തീരുമാനിച്ചാണ് നമുക്കറിയാം ഇവിടുത്തെ നിത്യാരാധന ചാർത്തുള്ള തുടക്കം കുറിക്കുന്നത്. അത് തന്നെ ഇതെന്താണ് കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് അച്ഛൻ പോകുന്ന പുതിയ സ്ഥലങ്ങളിലും അച്ഛനെ ശോഭിക്കാൻ സാധിക്കുക. സാർ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഈ ഒരു ഓട്ടോണമസ് പദവിയിലേക്ക് ഉയരാൻ വേണ്ടിയിരിക്കുകയാണ് നമ്മുടെ നിറമലയിലെ കോളേജ്. അപ്പൊ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അച്ഛനെ അങ്ങോട്ട് അയക്കുന്നത്. അച്ഛനത് ചെയ്യാൻ പറ്റും, അച്ഛനത് ചെയ്യാൻ സാധിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ വേറെ ഒരു ആശ്രമത്തോടും ഇവിടെയുള്ള എല്ലാ സന്യാസിമാരുടെയും പ്രതിനിധിയായിട്ട്, പ്രത്യേകിച്ച് അച്ഛന്മാരുടെ പ്രതിനിധിയായിട്ടാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാം പേരിൽ അച്ഛൻ നന്ദി പറയുകയും അച്ഛന് മുന്നോട്ട് നല്ല വിജയം നേടുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം അച്ഛനെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ പ്രൊഫസറിനെ കുറിച്ച് പറഞ്ഞു കേട്ടല്ലോ. ജർമ്മൻ പോലെയാണ് വരുമ്പോൾ അച്ഛനെ വിളിക്കുന്ന സ്നേഹപൂർവ്വം ചില പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ല, പിന്നീട് കേൾക്കാം. അപ്പൊ അച്ഛനും ഒരുപാട് ഊർജ്ജസ്വലമാരെ പ്രൊഫസർമാരെ നമുക്ക് ഒരു വർഷം എപ്പോഴും കിട്ടാറുള്ളൂ. ഊർജ്ജസ്വലന്റെ വൈദികനാണ്, നല്ലൊരു സ്പോർട്സ് കായിക താരമാണ്. ഇങ്ങനെ ഒരുപാട് നന്മകൾ അച്ഛനുണ്ട്. അച്ഛനും പുതിയ സ്ഥലത്തേക്ക് പുതിയ വെച്ച സ്ഥലത്ത്, അതായത് ഇടവകയ വികാരിയായിട്ടാണ് അച്ഛൻ പോകുന്നത്. അവിടെ കൂടുതൽ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം നിർത്തുന്നു. അധ്യക്ഷൻ ശ്രീ സനീസ് വേദിയിലും ഇന്നത്തെ യാത്രയായിട്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ വൈകാരികമായി തുടിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ഛൻ, ജർമ്മച്ച, വേദിയിലും സദസ്സിലുള്ള മറ്റെല്ലാവരോടും ആദരവോടെ സനീസ് പ്രസംഗം കഴിക്കുന്ന വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എഴുതിക്കൊണ്ട് പോയിട്ട് എവിടെയൊക്കെ മറന്നുപോയി. സനീസ് സംസാരിച്ചു.